കണ്ണൂർ ധർമ്മടത്ത് RSS കേന്ദ്രത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട സജീവന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPM ആവശ്യപ്പെട്ടു. ധർമ്മടം പ്രദേശത്ത് ഹർത്താൽ ആചരിക്കുകയാണ്. ധർമ്മടം സ്വാമിക്കുന്നിനടുത്ത് RSS കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളി സജീവന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ചള്ളയിൽ കടപ്പുറത്തെ കടൽഭിത്തിക്ക് സമീപം RSS ശാഖ നടക്കുന്ന സ്ഥലത്ത് മൃതദേഹം കണ്ടത്. വട്ടക്കല്ലിന് സമീപത്തെ വീടിന് പിൻവശത്ത് കുന്നിൻ ചെരുവിൽ നിന്ന് വിറകും തേങ്ങയും ശേഖരിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. സംഭവസ്ഥലത്ത് നിന്നും ബോംബിന്റെ അവശിഷ്ടങ്ങളും അറ്റുപോയ വിരലുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് തിരിച്ചയച്ചവരെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ഇവിടെ RSSകാരുടെ ശാഖാ പരിശീലനം നടക്കാറുണ്ട്. ആയുധം നിർമ്മിക്കുകയും വെക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ച് പോലീസ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇവിടെ ബോംബ് നിർമ്മിച്ച് സൂക്ഷിച്ച ആളുകളെ കണ്ടെത്തണം. ധർമ്മടം പ്രദേശത്ത് ഇന്ന് 4 മണി വരെ കോൺഗ്രസ് നേതൃത്വം ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.